അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെ അതായത് ബേസിക് CSS പ്രോപ്പർട്ടീസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. ഫോണ്ട്, കളർ, ബാക്ക്ഗ്രൗണ്ട്, ലിസ്റ്റ് ഇത് പഠിച്ചു. പിന്നെ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടീസൊക്കെ കണ്ടു. ഇനിയുള്ളത് ലിങ്കും ടെക്സ്റ്റുമാണ്. അപ്പോൾ ലിങ്കിൽ വരുന്നത് ലിങ്ക് നമ്മൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ആങ്കർ ടാഗിനകത്താണ് കൊടുക്കുന്നത്. ആങ്കർ ടാഗിനകത്ത് ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്നത് href ടാർഗറ്റ് കൊടുക്കും. ഇത് പുതിയ വിൻഡോയിൽ ഓപ്പൺ ചെയ്യണോ വേണ്ട എന്നുള്ളതാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് എന്ന് പറയുന്നത് ആങ്കർ ടാഗിലാണ് കൊടുക്കുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് hrefൽ കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ASP പേജാണ്. നിങ്ങളുടെ HTML പേജ് കൊടുത്താലും മതി. ഏതെങ്കിലും ഒരു HTML പേജ് കൊടുക്കുക, അങ്ങനെ പോകും. അപ്പോൾ ലിങ്കിന് എങ്ങനെ CSS അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള സെലക്ടറാണ്. A എന്ന് പറയുന്ന ടാഗ്. A എന്ന് പറയുന്ന ടാഗ് വെച്ചാൽ A എന്ന് പറയുന്ന ടാഗ്. അപ്പം അതിന് ആ ലിങ്കിന് കളറിന് ഈ പറയുന്ന കളർ കിട്ടും. ഹോട്ട് പിങ്ക് എന്ന് പറയുന്നൊരു കളർ കൊടുത്തേക്കുവാണ്. ഇതിപ്പം ഇങ്ങനെ കളർ ഞാൻ പറഞ്ഞ പോലെ തന്നെ RGB കോമ്പിനേഷനായിട്ട് പറഞ്ഞു കൊടുക്കാം, ഹെക്സാഡെസിമൽ വാല്യൂസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ എന്ത് വേണേലും പറഞ്ഞു കൊടുക്കാം. ഈ കേസിൽ നമ്മൾ സെലക്ടറായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആങ്കർ എന്ന് പറയുന്ന ടാഗ് തന്നെയാണ്. അപ്പോൾ ഈ പേജ് നമുക്ക് ലോഡ് ചെയ്യാം. ഈ പേജ് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഇതാണ് ഈ ഹോട്ട് പിങ്ക് എന്ന് പറയുന്ന കളറിലാണ് ഈ പേജ് കാണിച്ചേക്കുന്നത്. ഇതാണ് കളറ്. അപ്പോൾ ലിങ്കായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആങ്കർ ടാഗ് പ്രത്യേകമാണ്. ഇതാണ് ആദ്യത്തെ ആങ്കർ ടാഗായിട്ട് വരുന്നത്. ലിങ്കിനകത്ത് ആദ്യം വരുന്നത് ആങ്കർ ടാഗ്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഇതാണ്. ഇനി ഇങ്ങനെ അല്ലാതെ ലിങ്കിനെ സ്റ്റേജ് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലിങ്കിൻ്റെ സ്റ്റേജ് ബേസ് ഇതിപ്പോൾ വളരെ ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആങ്കർ ടാഗ് ഉണ്ട്. ആങ്കർ ടാഗിന് ഓൾറെഡി ബൈ ഡീഫോൾട്ട് ഇതുപോലെ അണ്ടർലൈൻ ചെയ്ത് കാണിക്കും. ഇതുപോലെ അണ്ടർലൈൻ ഉണ്ടാവും. അതിൻ്റെ മേളിൽ ചെയ്യുമ്പോൾ ഈ മൗസ് കണ്ടോ, മൗസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന മൗസ് പോയിൻ്റർ മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡീഫോൾട്ടായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമ്മൾ അതിൽ ഒരു പ്രോപ്പർട്ടിയും കൂടെ അഡീഷണൽ ആയിട്ട് പറഞ്ഞു കൊടുത്തേക്കുന്നത് CSS വഴി പറഞ്ഞു കൊടുത്തേക്കുന്നത് അതിൻ്റെ കളറ് ഈ പറയുന്ന ഹോട്ട് പിങ്കിൽ കാണിക്കണം എന്നാണ്. ഇവിടെയും കളർ ഏത് രീതി വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഇനി ലിങ്കിനെ സ്റ്റേജ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഈ കേസിൽ ഞാൻ A: എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടു ക്ലാസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കണം. ID ആണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഹാഷ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ആങ്കർ ടാഗിനുള്ള ഒരു പ്രത്യേകം പ്രോപ്പർട്ടിയാണ് ഈ കോളൻ എന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നതാണ് ആങ്കർ ലിങ്ക് എന്ന് പറയുന്ന സാധനം. ലിങ്ക് ആയിട്ട്, അതായത് സാധാ ലിങ്ക്. ആങ്കർ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ലിങ്ക് ആയിരിക്കും. ബൈ ഡീഫോൾട്ട് അത് ലിങ്ക് ആയിരിക്കും. ഇനിയുള്ള വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്റ്റേജ് എന്ന് പറയും. ലിങ്കിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് A കഴിഞ്ഞിട്ട് കോളൻ ഇട്ടിട്ട് വിസിറ്റഡ് എന്ന് പറയുന്നത് കൊടുക്കുക. വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലിങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചാണ്, ഒരു പേജിൽ, ഒരു വെബ് പേജിൽ ഒരു ലിങ്ക് എടുത്തിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കളറ് മാറും. ഇപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് വിക്കിപീഡിയ എടുത്താൽ നെറ്റ് കിട്ടുന്നില്ല. അത് ഞാൻ കാണിച്ചു തരാം. വിസിറ്റഡ് നമ്മൾ ഒരിക്കലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ആ പേജ് ലോഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ക്ലിക്ക് ചെയ്ത ലിങ്ക് ആണെങ്കിൽ അത് വേറൊരു കളറിൽ കാണിക്കും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിങ്കിൻ്റെ വേറൊരു സ്റ്റേജാണ് വിസിറ്റഡ് എന്ന് പറയുന്ന സ്റ്റേജ്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതായത് വീണ്ടും ആ പേജ് ലോഡ് ചെയ്യുമ്പോൾ അതങ്ങനെ ഇരിക്കും. Hover എന്ന് പറയുന്നത് നമ്മൾ മൗസ് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്ത് കളർ വേണം. അതായത് ഇത് ബേസിക്കലി നമ്മൾ ലിങ്ക് പല സ്റ്റേജിൽ പല കളർ കൊടുക്കുകയാണ്. ബേസിക്കലി ലിങ്ക് ആദ്യം പേജ് ലോഡ് ചെയ്യുമ്പം റെഡ് കളറായിരിക്കും. ഇനി അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പേജ് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രീൻ കളറായിരിക്കും. അതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുവന്നാൽ Hover വന്നാൽ കളർ വേറൊരു കളറിൽ കാണിക്കും. ആക്റ്റീവ് ആണെങ്കിൽ, ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്ന വളരെ ആ ബേസിക് പോയിന്റിൽ ആക്റ്റീവ് ബ്ലൂ എന്ന് പറയുന്ന കളർ കാണിക്കും. ഇതിനകത്ത് ഞാൻ ആങ്കർ ടാഗിനകത്ത് ദിസ് ഈസ് എ ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ലോഡ് ചെയ്യുമ്പോൾ റെഡ് കളറായിരിക്കണം. ലിങ്ക് സ്റ്റേജ് എന്ന് പറയുന്ന പേജ് നമുക്ക് കണ്ടു നോക്കാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ക്ലിക്ക് ചെയ്തതായതുകൊണ്ട് ഞാൻ ഓൾറെഡി ഈ പേജ് ഒരു പ്രാവശ്യം ലോഡ് ചെയ്ത് അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത് ഈ പറയുന്ന ഓൾറെഡി ഈ കളറിൽ കാണിക്കുന്നത്. ഗ്രീൻ അല്ലേ? അതൊക്കെ നോക്കട്ടെ ഒരു മിനിറ്റ്. ശരിക്കും റെഡ് കളറിലായിരുന്നു കാണിക്കേണ്ടത്. ഞാൻ ഈ പേജ് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത സമയത്ത് അതിലൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് പോയതാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് പുതിയതായിട്ട് ചെയ്താൽ ആദ്യം ആ പേജ് ലോഡ് ചെയ്യുമ്പോൾ ഇത് റെഡ് കളറിൽ കാണിക്കും. കാരണം ലിങ്ക് റെഡാണ് കൊടുത്തേക്കുന്നത്. രണ്ടാമത് എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്ത്, അതായത് ഓൾറെഡി ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തതാണെങ്കിൽ പിന്നെ എപ്പോഴും അത് ഗ്രീൻ കളറിൽ കാണിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. വിസിറ്റഡ് എന്ന് പറയുന്നത്
അപ്പോൾ അത് വിസിറ്റഡ് എന്ന് പറയുന്ന കളർ, അതാണ് ഇപ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. പിന്നെ എച്ച് ഓവർ എന്ന് പറയുന്നത് മൂന്നാമത്തേത്. പിന്നെ എച്ച് ഓവർ എന്ന് പറയുന്നത് മൗസ് അതിൻ്റെ മേളിൽ വന്നാൽ ഹോട്ട് പിങ്ക് ആക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുണ്ടോ, മൗസ് അതിൻ്റെ മേളിൽ വരുമ്പം കളർ മാറുന്ന കണ്ടില്ലേ, മൗസ് മേളിൽ വന്നപ്പോഴത്തേക്കും കളർ മാറി, അതാണ് ഹോട്ട് പിങ്ക്. ഇനി എ ഡോട്ട് ആക്റ്റീവ് ബ്ലൂ കളറാണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു സെക്കൻഡിലാണ്, അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബ്ലൂ കളർ ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോളുക, ഇല്ലെങ്കിൽ ഞാൻ സ്ക്രോൾ ചെയ്യാം നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ മൗസ് ഓവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എച്ച് ഓവർ ചെയ്യുമ്പോഴത്തേക്കും കളർ മാറുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ബ്ലൂ ആവും. കണ്ടോ, ക്ലിക്ക് ചെയ്തിപ്പോൾ ഞാൻ പിടിച്ചേക്കുവാണ്, ബ്ലൂ കളറായി. റിലീസ് ചെയ്തപ്പോൾ വീണ്ടും പഴയ കളറിലേക്ക് വന്നു. അതാണ് ആക്റ്റീവ് എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. എ ആക്റ്റീവ്, അതായത് ആങ്കറിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ലിങ്ക്സ് ക്യാൻ ബി, ഇവിടെ എൻ്റെ നോട്ടുണ്ട്, എഴുതിയെടുത്തോളാം. ലിങ്ക്സ് ക്യാൻ ബി സ്റ്റൈൽഡ് ഡിഫറെൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ വാട്ട് സ്റ്റേജ് ദേ ആർ ഇൻ. ദർ 4 ലിങ്ക് സ്റ്റേജസ് ആർ എ ഡോട്ട് ലിങ്ക്, നോർമൽ ഓർ അൺവിസിറ്റഡ്, അതായത് ആദ്യം പേജ് ലോഡ് ചെയ്യുമ്പോൾ എ ഡോട്ട് വിസിറ്റഡ്, എ ലിങ്ക് ദ യൂസർ ഹാസ് വിസിറ്റഡ്, ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്. എച്ച് ഓവർ, എ ലിങ്ക് വെൻ ദ യൂസർ മൗസസ് ഓവർ, യൂസർ മൗസ് ഓവർ ചെയ്യുമ്പോൾ, മൗസ് അതിൻ്റെ മേളിൽ കൊണ്ടുവരുമ്പോൾ. എ ഡോട്ട് ആക്റ്റീവ്, എ ലിങ്ക് ദ മൊമെൻറ്റ് ഇറ്റ് ഈസ് ക്ലിക്ക്ഡ്, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ട ബ്ലൂ ആ കളർ വരുന്ന സമയത്താണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, CSSൽ എപ്പോഴും ആദ്യം എഴുതുന്നൊരു പ്രോപ്പർട്ടി, ഇപ്പം ഞാനിവിടെ എ ഡോട്ട് ലിങ്ക് കളർ റെഡ് കൊടുക്കുകയാണ്. ഇത് കോപ്പി ചെയ്ത് വീണ്ടും താഴെ ഇട്ടിട്ട് ഡോട്ട് കളർ ബ്ലൂ എന്ന് കൊടുക്കുകയാണ്. അല്ല, ബ്ലൂ വേണ്ട, ഇപ്പം ബ്ലൂ ഓൾറെഡി ഉണ്ട്. ഗ്രീൻ, യെല്ലോ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. യെല്ലോ കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ എ ഡോട്ട് ലിങ്കിന് റെഡ് എന്നും എ ഡോട്ട് ലിങ്കിന് യെല്ലോ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും രണ്ടാമത് എഴുതിയേക്കുന്ന പ്രോപ്പർട്ടിയേ ഉള്ളൂ വർക്ക് ചെയ്യും. അത് CSSൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം CSS മേളിൽ നിന്ന് താഴോട്ടാണ് പാർസ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ റീഡ് ചെയ്ത് പോകുന്നത് മേളിൽ നിന്ന് താഴോട്ടാണ്. അപ്പോൾ ഒരെണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. താഴോട്ട് വരുമ്പോൾ അതിന് തന്നെ വേറൊരെണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തേത് മറന്നു കളയും, രണ്ടാമത്തേത് എടുക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എ ഡോട്ട് ലിങ്ക് എന്ന് പറയുന്ന സ്റ്റേജ്, എ ഡോട്ട് ലിങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ലിങ്കാണ്. ഈ വിസിറ്റഡ് എന്ന് പറയുന്ന കേസിൽ ഈ വിസിറ്റഡ് ഒരാൾ വിസിറ്റ് ചെയ്ത ലിങ്കാണ്. ആ കേസിലും പക്ഷേ അത് ഓൾറെഡി ഒരു ലിങ്കാണ് അല്ലേ, ഓൾറെഡി അതൊരു ലിങ്കാണ്, പക്ഷേ ഇൻ അഡീഷൻ അത് വിസിറ്റഡും കൂടിയാണ്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ എ ഡോട്ട് ലിങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എ ഡോട്ട് വിസിറ്റഡ് എന്ന് കൊടുക്കാവുള്ളൂ. തിരിച്ചു കൊടുത്താൽ വർക്ക് ചെയ്യില്ല. കാരണം എ ഡോട്ട് വിസിറ്റഡ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പ്രോപ്പർട്ടിയാണ്. വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് എ ഡോട്ട് വിസിറ്റഡ് ആണെങ്കിൽ ഗ്രീൻ കളറിൽ ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്, പേജ് ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പം എ ഡോട്ട് അതിപ്പോൾ വിസിറ്റഡ് ആയതുകൊണ്ട് ഗ്രീൻ കളറിൽ കാണിച്ചേക്കും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ അത് വിസിറ്റഡ് ആയതുകൊണ്ട് കളർ മാറത്തില്ല, അതുകൊണ്ട് തൽക്കാലം അങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഓർത്തിരുന്നോളൂ, ഏറ്റവും ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി, അതായത് എ ഡോട്ട് ലിങ്കാണ്, എന്തായാലും അത് ലിങ്കാണ്. ലിങ്കിനകത്ത് ചിലപ്പോൾ അത് വിസിറ്റഡ് ആവാം, ചിലപ്പോൾ അത് മൗസ് ഓവർ വരാം, ചിലപ്പോൾ അത് ആക്റ്റീവ് ആകാം. അപ്പോൾ ഏറ്റവും ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുക്കണം. താഴോട്ട് പോകുമ്പോൾ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഏറ്റവും ജനറൽ ആയിട്ടുള്ളതാണ് ഏറ്റവും താഴെ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അതായിരിക്കും എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുക. അതിനൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ വിസിറ്റഡ് മേളിലാണ് കൊടുത്തിരുന്നത്, വിസിറ്റഡ് താഴേക്ക് മാറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റഡ് എന്ന് പറയുന്നത് എച്ച് ഓവറിനെ കഴിഞ്ഞ് ജനറിക് പ്രോപ്പർട്ടിയാണ്. അത് വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരിക്കൽ വിസിറ്റ് ചെയ്താൽ പിന്നെ എപ്പോഴും അത് വിസിറ്റഡ് ആയിട്ട് കിടക്കും. എച്ച് ഓവർ എന്ന് പറയുന്നത് എപ്പോഴും കുറച്ചുകൂടെ സ്പെസിഫിക്കാണ്, മൗസ് അതിൻ്റെ ഓവറിൽ വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്നത് എന്താ, മൗസ് ഓവർ ആക്കണമെങ്കിൽ ഹോട്ട് പിങ്ക് ആക്കണം എന്ന് പറഞ്ഞു കൊടുത്തേക്കുവാണ്. അത് കഴിഞ്ഞ് പറഞ്ഞു കൊടുത്തേക്കുവാണ് ഓൾറെഡി വിസിറ്റഡ് ആണെങ്കിൽ ഗ്രീൻ കൊടുക്കണം. അപ്പോൾ ഈ പേജ് ഇപ്പം ഞാൻ ലോഡ് ചെയ്യാം. പേജ് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി വിസിറ്റഡ് ആയതുകൊണ്ട് ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നുണ്ട്. മൗസ് ഓവർ ചെയ്യുമ്പം ഹോട്ട് പിങ്ക് ആവേണ്ടതാണ്. ഞാനിതുണ്ടോ, മൗസ് ഓവർ ചെയ്യുമ്പോൾ ഹോട്ട് പിങ്ക് ആകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മൗസ് ഓവർ ചെയ്യുമ്പോഴും ഓൾറെഡി അത് വിസിറ്റഡ് ആണ്. അതുകൊണ്ട് ഈ വിസിറ്റഡ് താഴെ എഴുതിയേക്കുന്നതുകൊണ്ട് താഴെ എഴുതിയേക്കുന്ന പ്രോപ്പർട്ടിയെ എപ്പോഴും കാണിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ജനറിക് പ്രോപ്പർട്ടീസ് മേളിൽ കൊടുക്കണം, സ്പെസിഫിക് പ്രോപ്പർട്ടീസ് താഴെ കൊടുക്കണം. ഇല്ലെങ്കിൽ ആ സ്പെസിഫിക് പ്രോപ്പർട്ടീസിന് അത് വർക്ക് ചെയ്യാതെ വരും. കാരണം ജനറിക് എന്ന് പറയുന്നത് ഓൾറെഡി ആ സ്പെസിഫിക്കിനകത്ത് വരുന്നത്, സ്പെസിഫിക് എന്ന് പറയുന്നത് ജനറിക്കിൽ വരുന്നതാണ്. അപ്പോൾ ആ സ്പെസിഫിക് കണ്ടീഷനുള്ളത് നമുക്ക് കാണാൻ പറ്റാതെ വരും. അപ്പോൾ ഏറ്റവും ജനറൽ ആയിട്ടുള്ള, അതായത് ലിങ്ക് ആണെങ്കിൽ റെഡിൽ കാണിക്കുക, ഇനി ലിങ്കിൽ വിസിറ്റഡ് ആണെങ്കിൽ ഇതിൽ കാണിക്കുക, വിസിറ്റഡ് ആണെങ്കിലും ലിങ്ക് ആണെങ്കിലും അതിൽ മൗസ് ഓവർ വന്നാൽ ഈ കളറിൽ കാണിക്കുക. മൗസ് ഓവർ വന്നാലും ഇല്ലെങ്കിലും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൗസ് അതിൻ്റെ മുകളിലായിരിക്കും.
മൗസ് ഓവർ ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കാണിക്കുക. അപ്പോൾ ആ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും താഴേക്ക് മാറ്റി പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഈ പേജിൽ ഇവിടെ എഴുതിയേക്കുന്നത് എ എച്ച് ഓവർ മസ്റ്റ് കം ആഫ്റ്റർ എ ഡോട്ട് ലിങ്ക് ആൻഡ് എ ഡോട്ട് വിസിറ്റഡ്. എ ഡോട്ട് എച്ച് ഓവറിനും എ ഡോട്ട് വിസിറ്റഡിനും എ എച്ച് ഓവർ മസ്റ്റ് കം ആഫ്റ്റർ ലിങ്ക് വിസിറ്റഡ്. ലിങ്കും വിസിറ്റഡും കഴിഞ്ഞിട്ട് എച്ച് ഓവർ വരാവുള്ളൂ, കാരണം അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ എ ആക്റ്റീവ് മസ്റ്റ് കം ആഫ്റ്റർ എ എച്ച് ഓവർ ഇൻ ദ CSS ഡിഫിനിഷൻ. എ ആക്റ്റീവ്, കാരണം എച്ച് ഓവർ ആയിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. എപ്പോഴും എച്ച് ഓവർ ആയിരിക്കും. മൗസ് അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ എച്ച് ഓവർ വർക്കിംഗ് ആണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ മൗസ് ഓവറും ആയിരിക്കണം, അതിൽ ക്ലിക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ സ്പെസിഫിക്. അപ്പോൾ അത് രണ്ടാമത് പറഞ്ഞു കൊടുക്കണം. ഇത് അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഓർത്തിരിക്കാൻ പറ്റുന്നവർ ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് ലിങ്ക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ലിങ്കിൽ ഒരെണ്ണം കൂടിയുണ്ട്, ടെക്സ്റ്റ് ഡെക്കറേഷൻ ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഡെക്കറേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ആണെങ്കിൽ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ കൊടുക്കുക. ഇല്ലെങ്കിൽ എ ഡോട്ട് എച്ച് ഓവർ ആകുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക. ഇതിപ്പോൾ പേജ് ലോഡ് ചെയ്ത് നോക്കിയാൽ 14 ലിസ്റ്റ് ടെക്സ്റ്റ്. ഇതിപ്പോൾ ലിങ്കാണ്. ലിങ്ക് സാധാരണ ബൈ ഡീഫോൾട്ട് അടിയിൽ ഒരു അണ്ടർലൈനോടെ ആയിരിക്കും കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, എ ഡോട്ട് ലിങ്ക് ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണെന്ന് പറഞ്ഞു കൊടുത്തേക്കുക. ഒന്നും ചെയ്യണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സാധാരണ ഒരു ലിങ്ക് പോലെ ഇല്ല, സാധാരണ പോലെ തന്നെ കാണിക്കുന്നത്. അതുകൊണ്ടാണ്. ഇനി എ ഡോട്ട് എച്ച് ഓവർ ആകുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മൗസ് ഓവർ ആകുമ്പോൾ കണ്ടോ അണ്ടർലൈൻ ചെയ്യുന്നത്, മൗസ് അതിൻ്റെ മുകളിൽ കയറി വരുമ്പോഴത്തേക്കും അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് വീണ്ടും എവിടെ പറഞ്ഞു കൊടുക്കണം, ഈ എച്ച് ഓവറിൻ്റെ താഴെ പറഞ്ഞു കൊടുക്കാവുള്ളൂ. കാരണം എപ്പോഴും എച്ച് ഓവർ ആയിരിക്കും. എച്ച് ഓവർ ആയിരിക്കുമ്പോൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴെ എഴുതിയേക്കുന്ന വർക്ക് ചെയ്യണം. തിരിച്ചെഴുതിയാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഇത് നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറയുന്നത് ലിങ്കിനകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം ലിങ്കിൻ്റെ സ്റ്റേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോളൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ നോട്ട് എഴുതിയെടുക്കുക. ഈ പേജിലുള്ള നോട്ട് എഴുതിയെടുക്കുക. ഇതല്ല, ഇത് വേണ്ട, ഈ നോട്ട് എഴുതിയെടുക്കുക. ഇത്രയും ഭാഗം ഇതാണ് ലിങ്കിനകത്ത് വരുന്നത്. ഇനിയുള്ളത് ടെക്സ്റ്റ് എന്ന് പറയുന്ന CSS പ്രോപ്പർട്ടിയാണ്. നമ്മുടെ സിലബസിൽ പോയി നോക്കിയാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിലബസിൽ ഇതിൽ ലാസ്റ്റുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. CSS പ്രോപ്പർട്ടീസ് ലാസ്റ്റ് വരുന്ന ടെക്സ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ടെക്സ്റ്റിന് നമുക്ക് പല കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ടെക്സ്റ്റ് ട്രാൻസ്ഫോം അപ്പർ കേസ്, അതായത് ടെക്സ്റ്റ് അപ്പർ കേസിലാക്കാം. അതുപോലെ ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റാം. ഇനി ടെക്സ്റ്റ് ഇൻഡൻറ്റ് 50 പിക്സൽ കൊടുക്കാൻ, ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ ചെയ്യാം. ഇത് ഓരോന്നും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഒരു ഡിവ് ഉണ്ട്. ഡിവിനൊരു ബോർഡർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ടെക്സ്റ്റ് പ്രോപ്പർട്ടി അല്ല. അത് ടെക്സ്റ്റ് പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. ബോർഡർ 1 പിക്സലും സോളിഡ് ഗ്രേയിൽ കാണിക്കണം. പാഡിങ് 8 പിക്സൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കണ്ടോ, ഈ ഡിവിനകത്ത് ഒരു H1ഉം ഒരു പാരഗ്രാഫും ഉണ്ട്. H1ന് എന്തൊക്കെ ചെയ്യണം, പാരഗ്രാഫിന് എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇവിടെ താഴെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഈ പേജ് ലോഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് പേജ്. ഇതിനകത്ത് ഡിവിന് ബോർഡർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അതായത് ഡിവ് എന്ന് പറഞ്ഞാൽ ഈ H1 ഈ പാരഗ്രാഫും ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഹെഡിങ്ങും അത് കഴിഞ്ഞുള്ള ഈ പാരഗ്രാഫും കൂടെ ഒന്നിച്ച് ഡിവിനകത്താണ്. ഈ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഹെഡിങ്ങും ഈ പാരഗ്രാഫും കൂടെ ഒന്നിച്ച് ഒരു ഡിവിനകത്താണുള്ളത്. ആ ഡിവിന് ബോർഡർ 1 പിക്സൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോളിഡ് ഗ്രേ കളറിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോളിഡ് ആയിരിക്കണം, ഗ്രേ കളർ ആയിരിക്കണം. ഇത് ഗ്രേ കളറിലാണ് കൊടുത്തേക്കുന്നത്. 1 പിക്സൽ വിഡ്ത്തിലാണ് ഈ ലൈൻ വരച്ചേക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് വേണ്ടിയ കാര്യമല്ല. ഇനി ടെക്സ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞു കൊടുത്തേക്കുന്ന ആദ്യത്തെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ അലൈൻഡ് ആയിട്ട് നിൽക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹെഡിങ് 1 സെൻറ്റർ അലൈൻഡ് ആയിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഈ സാധനം നടുക്ക് നിൽക്കുന്നത്. ഇത് ഞാനിവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ കമൻറ്റ് ചെയ്തിടുകയാണെങ്കിൽ പേജ് ലോഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ ടെക്സ്റ്റിനകത്ത് വരുന്ന ആദ്യത്തെ പ്രോപ്പർട്ടി, ടെക്സ്റ്റ് അലൈൻ. ഇനി ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന പ്രോപ്പർട്ടി അപ്പർ കേസ് കൊടുത്തേക്കുവാണ്. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ സ്മോൾ ലെറ്ററിലാണ് വാല്യൂസ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അതാണ് ടെക്സ്റ്റിനെ ട്രാൻസ്ഫോം ചെയ്യും അപ്പർ കേസിലേക്ക്. അപ്പോൾ സ്മോൾ ക്യാപ്സ് അങ്ങനത്തെ പല വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ലോവർ കേസ്, സ്മോൾ ക്യാപ്സ്, അങ്ങനത്തെ സ്മോൾ ക്യാപ്സൊക്കെ നമ്മൾ കണ്ടതല്ലേ, അങ്ങനത്തെ വാല്യൂസൊക്കെ കൊടുക്കാൻ പറ്റും. കളർ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞേക്കുന്ന ഇത് റെഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. പിന്നെയുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത് ഗ്രീനിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. റെഡ് ഗ്രീൻ
ബ്ലൂവിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അവസാനത്തെ രണ്ടെണ്ണം. ഇത് ഹെക്സാഡെസിമൽ വാല്യൂ ആണ്, അതുകൊണ്ട് 0 തൊട്ട് 9 വരെയും A തൊട്ട് F വരെയുള്ള വാല്യൂസ് കൊടുക്കാം. അതുകൊണ്ടാണ് CU AU F ഒക്കെ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഈ കിട്ടുന്ന കളറാണ് ഏകദേശം ഒരു ഗ്രീൻ പോലത്തെ ഒരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഹെഡിങ് 1 കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് 3 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത പാരഗ്രാഫിന് എന്തൊക്കെ കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ടെക്സ്റ്റ് ഇൻഡൻറ്റ് 50 പിക്സൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ഇൻഡൻറ്റ് ഫിക്സ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ടെക്സ്റ്റ് തുടങ്ങുന്ന ഡിസ്റ്റൻസ് 50 പിക്സൽ മാറ്റി തുടങ്ങണം എന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇത് കമൻറ്റ് ചെയ്തിട്ടിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ആ സാധാരണ അലൈൻമെൻറ്റിൽ തന്നെ തുടങ്ങും. അപ്പോൾ ടെക്സ്റ്റ് ഇൻഡൻറ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങുന്നത് ഇൻഡൻറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ വേർഡിലൊക്കെ ഉള്ള ഓപ്ഷനാണ് ജസ്റ്റിഫൈ. ഇപ്പം ഓൾറെഡി പേജ് കാണിക്കാം. ഇതിങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്തപ്പോൾ കൊടുത്തേക്കുന്നത്. ജസ്റ്റിഫൈ ചെയ്തില്ല എങ്കിൽ കമൻറ്റ് ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാം. കണ്ടോ, ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ഇരിക്കണമെന്നില്ല. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് ആവുന്നുണ്ട്. പക്ഷേ ഇതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ടെക്സ്റ്റിൻ്റെ ഫുൾ വിഡ്ത്തിലേക്ക് ഇവനെ യൂട്ടിലൈസ് ചെയ്ത് കറക്റ്റായിട്ട് ഇടും. ഫുൾ വിഡ്ത്തിൽ ഇതിൻ്റെ ഫുൾ ഇവിടെ ഒന്നും ഫുൾ വിഡ്ത്ത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതുപോലെ അലൈൻമെൻറ്റ് എല്ലാം എപ്പോഴും കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ കേസിൽ അത് നിൽക്കുന്നുണ്ട്, അത് ഭാഗ്യം കൊണ്ടാണ്. പക്ഷേ ഇന്ത്യൻ ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ എന്ന് കൊടുത്താൽ ജസ്റ്റിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമ്മൾ റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ, പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ജസ്റ്റിഫൈ ചെയ്താണ് ഇടുന്നത്. അതായത് ആ ടെക്സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വിഡ്ത്തിൽ യൂസ് ചെയ്തിടും. അപ്പോൾ ഇതിനിടയ്ക്കുള്ള സ്പേസൊക്കെ ഇച്ചിരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയാക്കും. നമ്മൾ പത്രമൊക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, പത്രത്തിലെ അതൊക്കെ ജസ്റ്റിഫൈ ചെയ്താണ് കൊടുത്തേക്കുന്നത്. എല്ലാ പാരഗ്രാഫും ഒരേ വിഡ്ത്തിൽ ഒരേ സ്ഥലത്തായിരിക്കും തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യും. അതാണ് ടെക്സ്റ്റ് അലൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇനി ലെറ്റർ സ്പേസിങ് 3 പിക്സൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ലെറ്ററും അടുത്ത ലെറ്ററും തമ്മിൽ 3 പിക്സൽ ലെങ്ത് ഇടണമെന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. 3 പിക്സൽ ലെങ്ത് ഇടണമെന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. കാണിച്ചു തരാം. ഇതിപ്പം ഈ ഐയും ഈ എസും തമ്മിൽ 3 പിക്സൽ അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഹൊറിസോണ്ടലി നോക്കിയാൽ 3 പിക്സലുണ്ട്. ഇത് കമൻറ്റ് ചെയ്തിട്ട് ഇത് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്ന്. ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഇപ്പോൾ ടെക്സ്റ്റ് ഒരു ലെറ്ററും അടുത്ത ലെറ്ററും തമ്മിലുള്ള സ്പേസിങ് ഇല്ലാതെ വന്നു. 1 പിക്സൽ സ്പേസ് പോലും കൊടുത്തിട്ടില്ല. ഇപ്പോൾ എത്ര പിക്സൽ കൊടുക്കണോ അത്രയും പിക്സൽ നമുക്ക് ലെറ്റർ സ്പേസിങ്ങിൽ പറഞ്ഞു കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പം CSS പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത്, ടെക്സ്റ്റ് പ്രോപ്പർട്ടിക്കകത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ വരുന്നത് ടെക്സ്റ്റ് അലൈൻ വരും, ടെക്സ്റ്റ് ട്രാൻസ്ഫോം വരും, കളർ വരും, ടെക്സ്റ്റ് ഇൻഡൻറ്റ്, ടെക്സ്റ്റ് ജസ്റ്റിഫൈ, ലെറ്റർ സ്പേസിങ്, ഇത്രയും കാര്യങ്ങൾ വരും. ഈ പാഡിങ് 8 പിക്സൽ എന്ന് കൊടുത്തേക്കുന്നത് ഡിവിൻ്റെ ബോർഡറിൻ്റെ പാഡിങ് ആണ്. അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. പാഡിങ് ഞാൻ മാറ്റിക്കളയുകയാണ്. പേജ് ലോഡ് ചെയ്തപ്പോൾ കണ്ടോ, ഈ ഡിവ് കഴിഞ്ഞിട്ട് സ്പേസിങ് ഒന്നും കൊടുത്തില്ല. ഈ ഡിവ് കഴിഞ്ഞിട്ട് ഈ ഡിവിനകത്തെ പാരഗ്രാഫ് അതിനോട് മുട്ടി തന്നെയാണ് ആരംഭിക്കുന്നത്. ഇവിടെ പേജ് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കാണിച്ചു തരാം, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ 8 പിക്സൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഉണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 8 പിക്സൽ ലെങ്ത് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും അത് ആരംഭിക്കുക. അപ്പോൾ നമ്മൾ CSS എന്നുള്ള ടോപ്പിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. CSSൻ്റെ സിൻടാക്സ് പഠിച്ചു, സെലക്ടർ പല ടൈപ്പിൽ പഠിച്ചു, ക്ലാസ് ID വെച്ചിട്ടുള്ള സെലക്ടർ പഠിച്ചു, നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസേർട്ട് CSS ചെയ്യാനുള്ള 3 മാർഗ്ഗങ്ങൾ പഠിച്ചു. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിക്കവാറും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ 3 ടൈപ്പാണ് ചോദിക്കുന്നത്. ഈ ഫോണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിച്ചെങ്കിലും ഇത് ടെക്സ്റ്റ് സിലബസിൽ നോക്കിയാൽ അതൊരു ലൈനേ ഉള്ളൂ. ഞാൻ വളരെ ഒരു 3-4 ക്ലാസ്സായിട്ട് ഇത് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. കാരണം ഇത് സിലബസിൽ ഒരു ലൈനേ ഉള്ളൂ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് അതിനുള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്ക് പേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും തിയറി പാർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഇതാണ്. കാരണം അതാണ് ഏറ്റവും തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ യൂസ് ഓഫ് കാസ്കേഡിങ് ഷീറ്റ് എന്നൊക്കെ ചോദിക്കും. CSSൻ്റെ ഫുൾ ഫോം 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും. സെലക്ടറുകൾ എന്തൊക്കെ ടൈപ്പ് സെലക്ടർ ഉണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ തിയറി ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കാം. പക്ഷേ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ പാർട്ടാണ് വരുന്നത്. ഇനി നിങ്ങളൊരു CSS ഒക്കെ വെച്ചിട്ട് ഒരു വെബ് പേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതാണ് അടുത്ത ടോപ്പിക്ക്. അത് നിങ്ങൾ തന്നെ ചെയ്തോളുക. അപ്പോൾ പഠിപ്പിച്ച ഇത്രയും CSS ഒക്കെ വെച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്ത് നോക്കുക വെബ് പേജിൽ. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഈ 3 ടോപ്പിക്കും കൂടെ പറയാനുണ്ട്. ഇപ്പം നീഡ് ഫോർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതും തിയറി ഓറിയൻറ്റഡ് ആയിട്ട് നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ടോപ്പിക്കുകൾ സിമ്പിളാണ്, കുറച്ച് വളരെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഈ ക്ലാസ് നിർത്താം.
A scripting language is a language in a script or scripting language is a computer language with a series of commands within a file that is capable of being executed without being compiled. സെൻറ്റൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും അത് വായിക്കുമ്പോൾ എന്താ പറയുന്നത്, അത് ഒരു സീരീസ് ഓഫ് കമാൻഡ്സ് ആണ്. അത് വിത്തൗട്ട് ബീങ് കമ്പൈൽ ചെയ്യേണ്ട കാര്യമില്ല. സി പ്രോഗ്രാം എന്ന് പറയുന്നത് കമ്പൈൽ ചെയ്താണ്. നിങ്ങൾ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് പഠിച്ചപ്പോൾ ഒരുപക്ഷെ പഠിച്ചതാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് 2 ടൈപ്പ് ഉണ്ട്, കമ്പൈൽഡും ഇൻ്റർപ്രറ്റഡും. അതിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റഡ് ആണ്. ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു സീരീസ് ഓഫ് കമാൻഡ്സ് ആയിട്ടായിരിക്കും. അതായത് കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഫുൾ പ്രോഗ്രാം എടുത്ത് ഫുൾ കമ്പൈൽ ചെയ്ത് അതിൻ്റെ ബൈനറി കോഡ് ഉണ്ടാക്കിയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് നിങ്ങൾ CFൽ പഠിച്ച പൈത്തൺ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. അത് നിങ്ങൾ ലാബിൽ ചെയ്തപ്പം ശ്രദ്ധിച്ച് കാണും, നിങ്ങൾ കമ്പൈൽ ചെയ്തിട്ടല്ല ചെയ്യുന്നത്, ഡയറക്റ്റ് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ലാംഗ്വേജാണ് ഇൻ്റർപ്രറ്റഡ്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് കമാൻഡ്സ് വിതിൻ എ ഫയൽ ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് എക്സിക്യൂട്ടഡ് വിത്തൗട്ട് ബീയിങ് കമ്പൈൽഡ്. ദേ ആർ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജസ് ആണ്. സെർവർ എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആർ മോസ്റ്റ്ലി യൂസ് ടു ഓട്ടോമേറ്റ് സർട്ടൺ ടാസ്ക് ഇൻ എ പ്രോഗ്രാം. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ ഞാൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഓട്ടോമേഷന് വേണ്ടിയിട്ടാണ്. ടെസ്റ്റിംഗ് സിനാരിയോസ്, അതായത് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാനുള്ള സിനാരിയോസ് ഓട്ടോമേറ്റ് ചെയ്യാൻ, അതായത് മനുഷ്യനെ കൊണ്ടല്ലാതെ കമ്പ്യൂട്ടറിനെ കൊണ്ട് തന്നെ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. These are less code intensive as compared to traditional programming language. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അപേക്ഷിച്ച് ഇതിൻ്റെ കോഡ് കുറച്ചുകൂടി എളുപ്പമാണ്. നിങ്ങൾക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും, കാരണം CA അപേക്ഷിച്ച് നോക്കുമ്പോൾ പൈത്തൺ വളരെ എളുപ്പമാണ് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എക്സാമ്പിളാണ് പേൾ, PHP, ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, അങ്ങനെ പല എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് നോക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, എന്തുകൊണ്ടാണ് വൈ വി നീഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്നുള്ളതാണ്. ഓപ്പൺ സോഴ്സാണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് കോഡുകളെല്ലാം ആർക്ക് വേണേലും എപ്പോൾ വേണേലും എഡിറ്റ് ചെയ്യാൻ പാകത്തിന് ഫ്രീ ആയിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ അലൗവിങ് യൂസേഴ്സ് ടു വ്യൂ ആൻഡ് എഡിറ്റ് സ്ക്രിപ്റ്റ് ഇഫ് നീഡഡ്, അങ്ങനത്തെ സ്ക്രിപ്റ്റുകളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡസ് നോട്ട് റിക്വയർ ദ ഫയൽ ടു ബി കമ്പൈൽഡ്. കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് മേ ബി നെസസറി. അതായത് ചിലപ്പോൾ കമ്പൈൽ ചെയ്യേണ്ട ആവശ്യം വരില്ല, പക്ഷേ കമ്പൈൽ ചെയ്യേണ്ട ആവശ്യം വരാം. ഈ പാർട്ടി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഡസ് നോട്ട് റിക്വയർ ദ ഫയൽ ടു ബി കമ്പൈൽഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. കമ്പൈൽഡ് ആക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയേക്കുന്ന പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ പോലും ആ എറർ ഉള്ളയിടം വരെ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ C പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ തന്നെ കമ്പൈലേഷൻ, ഇപ്പോൾ പ്രോഗ്രാമിൽ ലാബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്പൈലേഷൻ എറർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റൺ പോലും ചെയ്യും. അതേസമയം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ എഴുതിയ എററുള്ള ലൈൻ വരെ അത് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഈസി ടു ലേൺ ആൻഡ് റൈറ്റ്, എഴുതാൻ എളുപ്പമാണ്, കാരണം ഇതിൻ്റെ സിൻറ്റാക്സ് ഒക്കെ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ഈസി ടു പോർട്ട് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് വിൻഡോസിൽ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഉബുണ്ടുവിലോ ലിനക്സിലൊക്കെ റൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വെബ് പേജസിലെല്ലാം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു വെബ് പേജ് ആക്സസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരാൾ വിൻഡോസിൽ നിന്നായിരിക്കും, വേറൊരാൾ ആൻഡ്രോയിഡിൽ നിന്നായിരിക്കും, വേറൊരാൾ ഉബുണ്ടുവിൽ നിന്നായിരിക്കും. ഏതിൽ നിന്നാണെങ്കിലും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യും. മച്ച് ഫാസ്റ്റർ ടു ഡെവലപ്പ് ദാൻ ആക്ച്വൽ പ്രോഗ്രാം. സ്ക്രിപ്റ്റ്, അതായത് നമുക്ക് ആക്ച്വൽ പ്രോഗ്രാം എഴുതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വൽ പ്രോഗ്രാമിലുള്ള അത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇതിൽ കാണത്തില്ല. അപ്പോൾ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇതാണ്. ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണ്ട. കമ്പനികളൊക്കെ, അതായത് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഒരു പ്രൊജക്റ്റ് പിടിക്കുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞ് ഒരു സാമ്പിളായിട്ട് ഒരു ഡെമോ പോലെ ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ സാമ്പിൾ ഡെമോ ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാകുമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് വേറൊരു കമ്പൈൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് പോകും, കാരണം സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഇത് ഫീച്ചേഴ്സ് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മച്ച് ഫാസ്റ്റർ ടു ഡെവലപ്പ് ദാൻ ആക്ച്വൽ പ്രോഗ്രാം, അത്ര എഴുതുക. ഇനി 2 ടൈപ്പ് ഉണ്ട്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും. സ്ക്രിപ്റ്റ്സ് ഉണ്ട്, ഇത് കണ്ടോ, രണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, രണ്ടുമുണ്ട്. 2 ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. അപ്പം
ഇതിനകത്ത് പറയുന്നത് ഓൾ വെബ്സൈറ്റ്സ് യൂഷ്വലി റൺ 3 കമ്പോണൻറ്റ്സ് നെയിംലി സെർവർ, ക്ലയൻറ്റ് ആൻഡ് ഡാറ്റാബേസ്. സാധാരണ ഒരു സെർവറിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണുള്ളത്. ഒരു സെർവർ ഉണ്ടാകും, രണ്ടാമത്തേത് ഒരു ക്ലയൻറ്റ് ഉണ്ടാകും, മൂന്നാമത്തേത് ഡാറ്റാബേസ് ഉണ്ടാകും. സെർവറിലായിരിക്കും ആക്ച്വൽ വെബ് പ്രോഗ്രാം ഇട്ടേക്കുന്നത്. ക്ലയൻറ്റ് എന്ന് പറയുന്നത് ബ്രൗസർ ആയിരിക്കും, അതുവഴിയായിരിക്കും യൂസർ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റാബേസും കാണും. ടു വ്യൂ വെബ്സൈറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഹാസ് ടു യൂസ് എ ബ്രൗസർ. ഒരു ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് വെബ്സൈറ്റ് കാണുന്നത്. ദിസ് ബ്രൗസർ ക്യാൻ ബി ടേംഡ് ആസ് എ ക്ലയൻറ്റ്. ആ ബ്രൗസറിനാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. Client scripting can be defined as the code that is present in the client's HTML page. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ HTML പേജ്, ക്ലയൻറ്റിൻ്റെ അടുത്ത് കിട്ടുന്ന HTML പേജിനകത്തുള്ള സ്ക്രിപ്റ്റിനാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി അറ്റാച്ച് ടു ദ ബ്രൗസർ. അത് ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി അറ്റാച്ച് ടു ദ ബ്രൗസർ. നമുക്ക് ബ്രൗസറിൽ അത് ഡിസേബിൾ ചെയ്യാനായിട്ടൊക്കെ പറ്റും. നമുക്കത് ഡിസേബിൾ ചെയ്ത് ബ്രൗസറിൽ ഡിസേബിൾ ചെയ്യാം. The language used for client-side scripting is JavaScript. JavaScript ആണ് നമ്മളിവിടെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് റൺസ് ഓൺ ദ വെബ് സെർവറിലാണ് അത് റൺ ചെയ്യുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഇസ് എ ടെക്നിക് ദാറ്റ് ഈസ് യൂസ് ടു ഡെവലപ്പ് വെബ്സൈറ്റ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഡൈനാമിക് എലമെൻറ്റ്സ്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ, നമ്മൾ ഫേസ്ബുക്കിനകത്ത് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും, ഞാൻ ലോഗിൻ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു പേജാണ് കാണിക്കുന്നത്, നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പേജാണ് കാണിക്കുന്നത്. അതായത് പേജ് ഡൈനാമിക്കാണ്. ഓരോരുത്തരും ആരാണ് ലോഗിൻ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പേജ് കാണിക്കുന്നത്. ഇപ്പം അതിലല്ലാതെ ഒരു കേസ് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കോളേജിൻ്റെ സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആര് എടുത്ത് നോക്കിയാലും ഒരേ പേജായിരിക്കും കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പേജും ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സും അവരുടെ കാര്യങ്ങളുമായിരിക്കും അത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഡൈനാമിക്കായിട്ട് പേജ് ജനറേറ്റ് ചെയ്യാനാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് റൺ ബേസ്ഡ് ഓൺ ക്ലയൻറ്റ്സ് റിക്വസ്റ്റ് ടു ജനറേറ്റ് എ റിക്വയർഡ് കണ്ടൻറ്റ്. അതായത് ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അതിനനുസരിച്ച് അയാൾക്ക് എന്തൊക്കെ കാണണം എന്ന് തീരുമാനിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിലാണ് HTML പേജിൽ എംബഡ് ചെയ്താണ് അത് വരുന്നത്, അത് ബ്രൗസറിലാണ് ഓടുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെർവർ സൈഡിലാണ് അത് ഓടുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഇമ്പോർട്ടൻറ്റ്, തിയറി ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ടേബിൾ വരച്ച് ഇങ്ങനെ തന്നെ എഴുതുക: സെർവർ സൈഡ് സ്ക്രിപ്റ്റ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. ഇറ്റ് റൺസ് ഓൺ ദ സെർവർ. ഇതാണെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ സ്ക്രിപ്റ്റ് റൺസ് ഓൺ ദ ബ്രൗസർ. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് റൺസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഈസ് നോട്ട് വിസിബിൾ ടു ദ ക്ലയൻറ്റ്. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ സെർവറിൻ്റെ അവിടെയാണ് ഓടുന്നത്. ക്ലയൻറ്റ് സൈഡിൽ, അതായത് ബ്രൗസറിൽ നിന്ന് നോക്കുമ്പോൾ അതെന്തൊക്കെ ഓടി അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. അതേസമയം ക്ലയൻറ്റ് സൈഡ് വർക്ക്സ് അറ്റ് ദ ഫ്രണ്ട് എൻഡാണ്, ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യും. ഫ്രണ്ട് എൻഡ് ആൻഡ് ഈസ് വിസിബിൾ ടു യൂസർ. ഞാൻ പറഞ്ഞു, ബ്രൗസറിൽ നമുക്കിത് ബ്ലോക്ക് ചെയ്തൊക്കെ വെക്കാൻ പറ്റും. അതായത് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഓടുണ്ടായെങ്കിൽ നമുക്കത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ആ സ്ക്രിപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻ കസ്റ്റമൈസ് വെബ് പേജ് കസ്റ്റമൈസ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ഡൈനാമിക്കായിട്ട് ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പേജ് ആയിരിക്കും കൊടുക്കുന്നത്. അതേസമയം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ സൈഡിലെ ഇൻട്രാക്ഷൻ. ഇത് ബേസിക്കലി പറഞ്ഞാൽ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റ, അത് ഞാൻ പറഞ്ഞുതരാം, ഇപ്പം ഇതിലേക്ക് വരാം. യൂസർ ഇൻട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യും, റെഡ്യൂസ് സെർവർ ലോഡ്. ഈ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി മോർ സെക്യൂറാണ്, കുറച്ചുകൂടെ സെക്യൂറാണ്. റിലേറ്റീവ്ലി ലെസ് സെക്യൂറാണ്, കാരണം ഇത് ബ്രൗസറിലാണ് ഓടുന്നത്. ബ്രൗസറിൽ ഓടുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ സെർവറിലേക്ക് നമുക്ക് അത്ര ആക്സസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് കുറച്ചുകൂടെ സെക്യൂർ ആയിരിക്കും. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് എക്സാമ്പിൾ PHP, Python, ASP.NET ഒക്കെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. ഇതിൽ Python നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, PHP ഇപ്പോൾ പഠിക്കും. ASP.NET ഇപ്പോൾ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല, എന്നാലും പണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആയിരുന്നു. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ്, jQuery അതിന് എക്സാമ്പിളാണ്. ഇനി ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. യൂസർ വെബ് സെർവർ ലോഡ് കുറയ്ക്കുമെന്ന് പറയുന്നത്, നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു മാൻഡേറ്ററി ഫീൽഡ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ സബ്മിറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ചിലപ്പോൾ റെഡിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. യു നീഡ് ടു ഫിൽ ദിസ് ഫോം എന്നോ അല്ലെങ്കിൽ ദിസ് ഫോം കനോട്ട് ബി എംപ്റ്റി എന്നൊക്കെ പറഞ്ഞ് ഫില്ല് ചെയ്ത് അവിടെ തന്നെ കാണിക്കും. അതാണ് യൂസർ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു പേജ്, ഒരു വെബ് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്ക് പോവുകയാണെങ്കിൽ ആർ യു ഷുവർ യു വാണ്ട് ടു ലീവ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അങ്ങനെ യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വെച്ചാണ് എഴുതുന്നത്. അപ്പോൾ അത് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം ഒരു ഫോം സബ്മിറ്റ് ചെയ്യുകയാണ്, അതിൽ ഒരു പർട്ടിക്കുലർ ഫീൽഡ് മാൻഡേറ്ററി ആയിട്ട് എന്തായാലും എൻ്റർ ചെയ്യേണ്ടതാണ്. അത് എൻ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉപയോഗിച്ച് അത് നോക്കിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോൾ സെർവറിലേക്ക് പോകും. സെർവർ എന്ന് പറയുന്നത് ചിലപ്പം ഗ്ലോബിൽ വേറൊരു ലൊക്കേഷനിലുള്ളതായിരിക്കും. അവിടെ ചെല്ലും.
അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഓക്കെ ഇതിന് ഇന്ന ഫീൽഡില്ല. അപ്പോൾ വീണ്ടും തിരിച്ച് വന്നിട്ട് യൂസറോട് വീണ്ടും അടുത്ത പേജ് വീണ്ടും ലോഡ് ചെയ്തിട്ട് പറയണം. അപ്പോൾ സെർവറിന് ലോഡ് അത്രയും കൂടും. അതേസമയം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ബ്രൗസറിൽ വെച്ച് തന്നെ വാലിഡേറ്റ് ചെയ്യും, വേണ്ടിയതായ ഫീൽഡുകളെല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് വാലിഡേറ്റ് ചെയ്യും. അപ്പോൾ സെർവറിന് കുറച്ചുകൂടെ എളുപ്പമാവും കാര്യങ്ങൾ. ഇത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞിരുന്നത്, നമ്മുടെ ഒരു വെബ് പേജ് ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ചില ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ ആ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ കാണിക്കും. ഇനി പക്ഷേ വേറൊരു കാര്യം, സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു യൂസർ നെയിം കൊടുക്കുകയാണ്. യൂസർ നെയിം കൊടുക്കുമ്പം യൂസർ നെയിം ഓൾറെഡി ഒരാൾക്ക് കൊടുത്തതാണെങ്കിൽ നമ്മൾക്ക് അത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പം നമ്മൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മേളിൽ പേജിൻ്റെ URL റീലോഡ് ചെയ്യും. URL റീലോഡ് ചെയ്തിട്ട് സെർവറിൽ ചെന്നിട്ട് സെർവറിലെ ഡാറ്റാബേസ് ആക്സസ് ചെയ്ത് നോക്കും. കാരണം ഓൾറെഡി അലോട്ട് ചെയ്തേക്കുന്ന യൂസർ നെയിം, അത് ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നവരുടെ യൂസർ നെയിം എല്ലാം എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്? സെർവറിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സെർവറിൻ്റെ ഡാറ്റാബേസിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. ആ സെർവറിൻ്റെ ഡാറ്റാബേസിലേക്ക് ചെന്ന് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. ഓൾറെഡി നിങ്ങൾ കൊടുത്ത യൂസർ നെയിം വേറെ ആൾക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് വന്നിട്ട് പറയും ഇത് നിങ്ങൾക്ക് അലോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പം ആ മേളിൽ URLൻ്റെ സൈഡിലുള്ള റിഫ്രഷ് ബട്ടൺ ഒന്ന് ലോഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് പോയി സെർവറിൽ ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് റൺ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോഴാണ് വെബിൻ്റെ മേളിലത്തെ URL റീലോഡ് ചെയ്യുന്നത്. അതാണ് ഈ പറഞ്ഞേക്കുന്നത് യൂസർ ഇൻട്രാക്ഷൻ നടക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അതായത് സെർവറിൽ പോകാതെ തന്നെ യൂസർ ഇൻട്രാക്ഷൻ ആവശ്യമായ കുറച്ച് ബേസിക് ചെക്കിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലെ ഡാറ്റാബേസിലെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നാൽ സെർവറിലേക്ക് തന്നെ തിരിച്ചു ചെല്ലേണ്ടി വരും. അത്രയാണുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.